അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ബിടെക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നൊക്കെയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു കീമിൻ്റെ റിസൾട്ട്സ് വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് കീമിൻ്റെ റിസൾട്ട് വന്നു എന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഗൂഗിളിൽ നോക്കിയപ്പം കീമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗൂഗിൾ പറയുന്നത്. ജൂൺ 20 അതിന് മുന്നേ വരും എന്നുള്ള രീതിക്കാണ് ഗൂഗിളിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പം എല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. എല്ലാവരും ഏതാണ് കരിയർ, ഏതിലാട്ടോടം പോകണം എന്നുള്ള ഒരു ഡിസിഷനൊക്കെ എല്ലാവരും ഇപ്പോൾ എടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ പറയുന്നത് ബിടെക്കിൻ്റെ കാര്യമാണ്. അപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ബിടെക് ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് കോളേജ് എന്ന് കണ്ടുപിടിക്കുകയല്ല. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എടുത്ത സമയത്താണെന്നെങ്കിലും CS ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പ് മീൻസ് എല്ലാവരും പറയുന്നത് CS എടുക്കണം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പം നമ്മുടെ വിചാരം എന്താ, CS എടുത്താലേ കാര്യമുള്ളൂ, CS ആണ് ഇനി എല്ലാം എന്നുള്ളൊരു സാധനമാണ്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഒരു തെറ്റിദ്ധാരണയായിരുന്നു. കാരണം ഞാനിങ്ങാനും CS എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം തീർന്നതിന് ഞാനിവിടെ പോയി ഒരു മാങ്ങാത്തുല്യം ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. ഞാനത് റിയലൈസ് ചെയ്യുന്നത് ശരിക്കും ഞാനൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലോട്ട് ആകുമ്പോഴാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട് അതെടുത്തു ഞാനത് എടുക്കും, അതല്ല ചെയ്യണ്ടേ. ശരിക്ക് കുറേ സജഷൻസ് വാങ്ങിക്കുക, അത് എന്നാണെങ്കിലും ബെറ്ററാണ്. കാരണം സജഷൻസ് വേണം. പക്ഷെ ഒരു സജഷൻ മാത്രം കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന സ്ട്രീം എടുക്കുക എന്നുള്ളത് എടുക്കരുത്. കാരണം എന്താണ് നമ്മുടെ ഇഷ്ടം, നമുക്കൊരു താല്പര്യം ഉണ്ടാവുമായിരിക്കുമല്ലോ. ആ താല്പര്യമാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് മെക്കാനിക്കലാണോ ചെയ്യാൻ ഇഷ്ടം എങ്കിലും മെക്കാനിക്കൽ എടുക്കുക. എനിക്ക് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ സിവിൽ എടുക്കുക. നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ട്രീമിൽ പോയി അത് കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ എൻ്റർ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബ് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കിഷ്ടം, എനിക്കിപ്പം കോഡിംഗ് ഒന്നും ഇഷ്ടമില്ല, എനിക്ക് മെക്കാനിക്കൽ കാര്യങ്ങളാണ് ഇഷ്ടം എന്നുള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലാതെ അവർ പറഞ്ഞു അവർ CS എടുക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇലക്ട്രോണിക്സ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നു എന്നുള്ളത് അതൊരു കൃത്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിനകത്ത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ തന്നെ സ്ട്രീം എടുക്കുന്നതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഇന്നല്ലേ നാളെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.